ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. ഞാനതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുന്നു. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയയിലൂടും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിലെത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീശപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായമാണ് ഈ പുസ്തകത്തിലെ, അല്ലെങ്കിൽ ലൂക്കോസ് എഴുതിയ ഈ കത്തിലെ ഏറ്റവും പ്രധാന അധ്യായം എന്ന് ചിലർ കരുതുന്നു. ഈ അധ്യായത്തിൽ പത്രോസുമുണ്ട്, പൗലോസുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ പകുതിയിൽ പത്രോസാണ് പ്രധാന കഥാപാത്രം. എന്നാൽ അതിൻ്റെ 2-ാം പകുതിയിൽ പൗലോസാണ്. 15 മുതൽ അവസാനം വരെ 28 വരെ വായിച്ചാൽ പൗലോസിൻ്റെ ചരിത്രം. ആദ്യ പകുതിയിൽ യെരുശലേമിലായിരുന്നു പ്രാധാന്യം. അവിടെയാണ് സഭ ആരംഭിക്കുന്നത്. അവിടെയാണ് ആദ്യത്തെ സഭയും അവിടെയുള്ള പ്രശ്നങ്ങളും ഒക്കെ നാം വായിക്കുന്നത്. എന്നാൽ 2-ാം പകുതിയിൽ യഹൂദയ്ക്ക് പുറത്തുള്ള ജാതികളുടെ പട്ടണങ്ങൾക്കാണ് പ്രാധാന്യം. അന്ത്യോക്യയിലും അതുപോലെ പൗലോസും ബർന്നബാസും മറ്റ് മിഷണറി യാത്രയിൽ സഞ്ചരിച്ച പട്ടണങ്ങൾക്ക് പ്രാധാന്യം. ആദ്യ പകുതിയിൽ യഹൂദിയയിലെ യെരുശലേമിലുണ്ടായിരുന്ന സഭയിൽ യഹൂദന്മാർ മാത്രമായിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ മാത്രം സഭയായിരുന്നു 1-ാം പകുതിയിലെങ്കിൽ 2-ാം പകുതിയിൽ ജാതികൾക്കാണ് പ്രാധാന്യം. സഭകളിൽ ഉള്ള അംഗങ്ങളിൽ ജാതികളായിരുന്നു കൂടുതൽ. ഇനി 15-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയുമുണ്ട്, യഹൂദ സഭയുമുണ്ട്. ഈ 15-ാം അധ്യായത്തിലും ഇവർ 2 പേരുമുണ്ട്. ഈ അധ്യായത്തിൽ ജാതികളുടെ ഇടയിലെ സുവിശേഷ പ്രവർത്തനത്തെ യഹൂദയിലുള്ള സഭയിലെ ആളുകൾ അംഗീകരിക്കുന്നതായി നാം കാണാം. എന്നാൽ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാതികളിൽ നിന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയുടെ അംഗങ്ങളായവർ യഹൂദന്മാരുടെ ന്യായപ്രമാണം എന്ന നുകത്തിൽ നിന്നും സ്വതന്ത്രരായി എന്നതാണ്. അത് നമുക്ക് വിശദമായി നോക്കാം. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹൂദയിൽ നിന്ന് ചിലർ വന്നതായി കാണുന്നു. അവർ അന്ത്യോക്യ സഭയിൽ ആണ് വന്നത്. അവർ വന്നിട്ട് മോശ കൽപ്പിച്ച ആചാരം, അതായത് പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവിടെയുള്ള സഹോദരന്മാരെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. ഇവർ പറയുന്നത് മോശ കൽപ്പിച്ച ആചാരം എന്നാണ് പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞത്. വാസ്തവത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു ബാഹ്യമായ അടയാളമായിരുന്നു പരിച്ഛേദന.
ഇവർ പറയുന്നത് രക്ഷ പ്രാപിപ്പാൻ പരിച്ഛേദന അത്യാവശ്യമെന്നാണ്. ഇത് കേട്ടപ്പോൾ പൗലോസിനും ബർന്നബാസിനും ഒരു വിധത്തിലും ഇവർ പറയുന്ന കാര്യം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം പരിച്ഛേദന ഏൽക്കാത്ത ജാതികളായ നല്ല വിശ്വാസികളെ പൗലോസും ബർന്നബാസും കണ്ടിരുന്നു. എങ്കിലും ഇവർ പറഞ്ഞതുമായി യഹൂദയിൽ നിന്ന് വന്നവർ ഒത്തില്ല, അല്ലെങ്കിൽ സമ്മതിച്ചില്ല. അതുകൊണ്ട് വലിയ തർക്കമുണ്ടായി. യഹൂദയിൽ നിന്ന് വന്നവർ പറയുന്നത് ശരിയല്ല എന്ന് പൗലോസിനും ബർന്നബാസിനും മൂപ്പന്മാർക്കും അറിയാം. എങ്കിലും അപ്പോസ്തലന്മാർ, അതായത് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ഇതേക്കുറിച്ച് എന്തു പറയുന്നു എന്നവർക്കറിയണമായിരുന്നു. മാത്രമല്ല, അപ്പോസ്തലന്മാരാണോ ഈ ഉപദേശം പഠിപ്പിക്കാൻ ഈ ആളുകളെ അയച്ചതെന്നും അവർക്കറിയണമായിരുന്നു. ഉപദേശ വിഷയങ്ങളിൽ അപ്പോസ്തലന്മാരുടെയും ആദിമ സഭയുടെയും അഭിപ്രായം അന്വേഷിക്കുവാൻ അന്ത്യോക്യ സഭയിലുള്ളവർ തയ്യാറായി. അതൊരു നല്ല മാതൃകയാണ്. അതേസമയം ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഉപദേശ വിഷയത്തിൽ അപ്പോസ്തലന്മാരുടെയും ആദിമസഭയുടെയും അഭിപ്രായം അന്വേഷിക്കുവാൻ യെരുശലേമിൽ പോയിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും പോയിട്ട് ഒരു കാര്യവുമില്ല. അതറിയാൻ ഈ കാലത്ത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളായ പുതിയ നിയമവും അവരുടെ പ്രവർത്തനങ്ങൾ എഴുതിയിരിക്കുന്ന നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും പരിശോധിക്കുക മാത്രമാണ് പോംവഴി. അല്ലാതെ മനുഷ്യർ പറയുന്നതോ, മനുഷ്യർ ആര് തന്നെയായാലും മനുഷ്യർ തുടങ്ങിയ ചില പാരമ്പര്യങ്ങളിൽ ആശ്രയിക്കുന്നതോ അപകടമാണ്. ചില പാരമ്പര്യങ്ങൾ ഭക്തരായ ചിലർ നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയതായിരിക്കും. എങ്കിലും അത് ദൈവവചനത്തിന് പകരമാവില്ല. ദൈവവചനം മനുഷ്യരുടെ പഠിപ്പിക്കലുകളോ പാരമ്പര്യങ്ങളോ തെളിയിക്കാൻ ഉപയോഗിക്കരുത്. ഞാൻ പറയുന്ന കാര്യം തെളിയിക്കാൻ ദൈവവചനം ഉപയോഗിക്കുക. ദൈവവചനത്തിൻ്റെ പല ഭാഗങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് ആളുകൾ അവരുടെ വാദം തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ആളുകൾ പലയിടത്തും ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ വാക്യങ്ങൾ ഏത് പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് കേൾക്കുന്ന നമ്മൾ പരിശോധിക്കണം. മിക്ക ദുരുപദേശങ്ങളും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ ബൈബിൾ വാക്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വേർപെടുത്തി പഠിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചപ്പോൾ പരീക്ഷകൻ ഇതേ തന്ത്രമാണ് ഉപയോഗിച്ചത്. 91 സങ്കീർത്തനം പരീക്ഷകൻ ഉദ്ധരിച്ചു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങൾ അത്യുന്നതനെ പരീക്ഷിക്കുന്നവൻ്റെ അവകാശങ്ങളാണ് എന്ന് പറഞ്ഞാണ് പരീക്ഷകൻ യേശുവിനോട് ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞത്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ദൈവം കൊടുത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ തർക്കം. പരിച്ഛേദന ദൈവം കൊടുത്തതാണ്. ദൈവം കൊടുത്ത അടയാളം ഇപ്പോഴും അത്യാവശ്യമാണ് എന്ന് വാദിക്കുന്നവർ പഴയ നിയമത്തിൽ നിന്നും പല വാക്യങ്ങൾ നിരത്തിയാണ് സംസാരിക്കുന്നത്. എന്നാൽ പരിച്ഛേദന ഏറ്റിട്ടുള്ള പൗലോസിനും ബർന്നബാസിനും അത് രക്ഷിക്കപ്പെടാനുള്ള മാർഗമല്ല എന്നുറപ്പുണ്ട്. കാരണം യഹൂദജാതിക്ക് മാത്രം കൊടുത്ത ഒരു ശാരീരിക അടയാളം മനുഷ്യജാതിയുടെ മുഴുവൻ രക്ഷയ്ക്കും ഉതകുമെന്ന് പഴയ നിയമത്തിൽ പോലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനുഷ്യരക്ഷയ്ക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് ആധാരം. അതല്ലാതെ ഏതൊക്കെ കാര്യം അതിനോട് ചേർത്താലും അത് ദുരുപദേശമാണ്. അത് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വം ദേവദാസന്മാർക്ക് ഉണ്ട്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.